ഹലോ, ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റെപ്പിംഗ് ഇൻ വിത്ത് അനദർ റിവ്യൂ. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സു ഫ്രം സോ എന്ന കന്നഡ മൂവിയാണ്. ഞാനിത് മലയാളത്തിലാണ് കണ്ടത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാളം വേർഷൻ അവൈലബിൾ ആണ്. ഈ മൂവി നല്ലൊരു കോമഡി പടമാണ്, നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സാധാരണ ഇതുപോലെ വേറെ ലാംഗ്വേജിലുള്ള മൂവീസ് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പം അതിൻ്റെ ഒരു എസൻസ് നഷ്ടപ്പെടാറുണ്ട്, എസ്പെഷ്യലി കോമഡി ഫിലിം. പക്ഷേ ഈ മൂവിയുടെ കാര്യത്തിൽ മലയാളത്തിൽ ഡബ് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റിനും എൻ്റെ ഹാറ്റ്സ് ഓഫ്. 95% അല്ലെ, നമുക്ക് 100% പറയാം, ബട്ട് സ്റ്റിൽ 95% വളരെ നീതി പുലർത്തിയിട്ടുണ്ട്. അതും ആ സ്ക്രിപ്റ്റ് എഴുതിയ, മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത അദ്ദേഹത്തിനും ഒരു ബിഗ് സല്യൂട്ട്. നല്ല ഒരു മലയാളം കോമഡി പടം എങ്ങനെ എൻജോയ് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ മൂവി എൻജോയ് ചെയ്യാൻ പറ്റും. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് JP തുമിനാട്. അതിൻ്റെ ഞാനത് പ്രൊനൗൺസ് ചെയ്യുന്ന വിധം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഈ മൂവിയിൽ അശോക എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയിൽ അഭിനയിച്ച ഓരോ അഭിനേതാക്കളും അവർക്ക് വേറെ മൂവീസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഞാനതിൽ കൂടുതൽ ഡിഗ് ചെയ്തില്ല, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചില്ല. പക്ഷേ രവിയണ്ണനായിട്ട് അഭിനയിച്ച ആ ആക്ടർ, അദ്ദേഹം എന്ത് നാച്ചുറലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നി. രവിയണ്ണൻ മാത്രമല്ല, രവിയണ്ണൻ്റെ റൈറ്റ് ഹാൻഡായ സതീശണ്ണനും ഓട്ടോക്കാരനായ ചന്ദ്രണ്ണനും, പിന്നെ നമുക്ക് അളിയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നുണ്ട്, ഭാവ, കന്നഡയിൽ അങ്ങനെയാണ് പറയുന്നത്, അളിയനും, എല്ലാവരും നല്ല തകർത്താടിയിട്ടുണ്ട് ഈ മൂവിയിൽ. നല്ല ഒരു പടമാണ്, എല്ലാവരും കാണണം. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. നമുക്ക് സ്റ്റോറി ചിലപ്പോൾ പ്രെഡിക്റ്റബിളും നമുക്കറിയാവുന്നതും ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിനെ അതിനെ അവതരിപ്പിച്ച വിധം അത് വളരെ മനോഹരമായിട്ടുണ്ട്. രവിയണ്ണനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തെ കണ്ടപ്പോഴെനിക്ക് നമ്മുടെ മലയാളത്തിൽ കരിക് വെബ് സീരീസിലെ അർജുൻ രത്തൻ എന്ന നടനെ എനിക്ക് ഓർമ്മ വന്നു. മലയാളത്തിലാണ് ഈ മൂവി ഒറിജിനലി വരുമായിരുന്നെങ്കിൽ ആ കരിക്കിലുള്ള സ്റ്റാർസൊക്കെ ഇതിന് പെർഫെക്റ്റ് മാച്ച് ആയേനെ. ഭയങ്കരമായ ഒരു ഫീസ്റ്റ്, നല്ലൊരു സദ്യ അവർക്ക് ഒരുക്കാൻ കഴിഞ്ഞേനെ. എക്സാക്ട്ലി എനിക്ക് അർജുൻ രത്തൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോസ്റ്റ്യൂംസും ആ ക്യാരക്ടർ പെർഫോമൻസും എല്ലാം കണ്ടപ്പം എനിക്ക് അർജുൻ രത്തൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ തന്നെയാണ് ഓർമ്മ വന്നത്. മാമനോടൊന്നും തോന്നല്ലേ? എനിക്കങ്ങനെ തോന്നി. അദ്ദേഹത്തിന് മലയാളത്തിൽ സപ്പോസ് ഈ മൂവി എങ്ങാനും എടുക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അതിൽ കുറച്ചൊരു ആക്ടിങ്ങിൽ എനിക്ക് കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മൈന്യൂട്ടാണ്, അത് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഒരു റിവ്യൂ എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഭാനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ഒരു ലേഡി, അവരുടെ എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല, കുറച്ചുകൂടെ ഒരു ഇമോഷൻസ് എക്സ്പ്രസീവായിട്ട് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് വരുമ്പോൾ കരയുക എന്ന് പറയുമ്പോൾ അങ്ങനെ കരയുക, അല്ലെ ചിരിക്കണം, സന്തോഷം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് സ്റ്റിൽ ആ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആണെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ അത്രയും തോന്നിയില്ല. മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആണെങ്കിലും കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആകാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതേപോലെ തന്നെയാണ് അശോക എന്ന ക്യാരക്ടർ. അതേ മൂവിയുടെ ഡയറക്ടർ തന്നെയാണ് അശോക എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസും അത് ഡെപ്പിക്റ്റ് ചെയ്ത വിധം കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആകാമായിരുന്നു എനിക്ക് തോന്നി. അത് മാത്രമേ ഉള്ളൂ. പിന്നെ സോങ്സിൻ്റെ കാര്യം, അതും മലയാളത്തിൽ ആ വരികൾ എഴുതിയവരും ആ വരികൾ മലയാളത്തിൽ എഴുതിയവരെയും ആ സോങ് മലയാളത്തിൽ പാടിയവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ട്യൂൺ കന്നഡ ട്യൂൺ തന്നെയാണെന്ന് തോന്നുന്നു, കമ്പോസിങ് അതിലൊന്നും മാറിയിട്ടില്ല. പക്ഷേ ആ വരികളും പാട്ട് പാടിയവരും അഭിനന്ദനം അർഹിക്കുന്നു. അതിൽ അളിയൻ വന്നല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ അളിയനായിട്ട് അഭിനയിച്ച അളിയൻ സൂപ്പറാണ്. പിന്നെ ഈ കന്നഡ ആക്ടേഴ്സിനെയൊക്കെ കണ്ടാൽ തനി മലയാള ആക്ടേഴ്സ് പോലെ തന്നെ തോന്നുള്ളൂ. അതായത് നമ്മുടെ മലയാളികളായിട്ടാണ് അവരുടെ ആ രൂപസാദൃശ്യം. അത് നമ്മുടെ കേരളമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സു ഫ്രം സോ എന്ന് പറയുന്നത് സുലോചന ഫ്രം സോമേശ്വര. അതിൽ ഒരു ഷോട്ടുണ്ട്, പ്രേതബാധ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു സീനാണ്. മെയിനായിട്ട് ഒരാൾ വരുന്നുണ്ട് പ്രേതത്തെ ഒഴിപ്പിക്കാൻ. അതിന് മുന്നേ അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് ഈ പ്രേതത്തെ ഒഴിപ്പിക്കാനായിട്ട്. അതായത് അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യുമ്പം ഒന്ന് പേടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് കൂട്ടത്തിലുള്ള എല്ലാവരും പേടിക്കുന്നുണ്ട്. ഞാനതിൽ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ആ സീനിൽ ഉണ്ട്. ഞാൻ ഓർത്ത് എത്ര ഷോട്ട് അവരെടുത്ത് കാണണം, കാരണം എല്ലാവരുടെയും എക്സ്പ്രഷൻസ് അറ്റ് എ ടൈം ക്യാച്ച് ചെയ്യണം വിത്തൗട്ട് എനി ഡിലേ. എത്ര ഷോട്ട്സ് എടുത്തിട്ടുണ്ട്, അതോ ഇനി ഒറ്റ ഷോട്ടിൽ അത് റെഡിയായോ, അത് വളരെ നല്ലതാണ്. ഞാനത് കുറച്ച് പ്രാവശ്യം ഞാനത് ബാക്ക്വേഡ് പുറകോട്ടൊന്ന് ഓടിച്ച് വീണ്ടും ഞാൻ അതേ സീൻ കണ്ടു, ഒന്ന് നോക്കാൻ വേണ്ടി, എല്ലാവരും കറക്റ്റായിട്ട് അതിന് റിയാക്ട് ചെയ്തോ എന്ന് കാണാൻ വേണ്ടി. ഞാൻ ഈ പറയുന്ന സീൻ ആ മൂവി കാണുമ്പോൾ റിലേറ്റ് ആവുമായിരിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് മാത്രം. എനിക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, എനിക്ക് രവിയണ്ണൻ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒറിജിനാലിറ്റി, ആക്ടിങ് സ്റ്റൈൽ, ഓരോ എക്സ്പ്രഷൻസ്, അദ്ദേഹത്തിൻ്റെ എലമെൻറ്റ്സ്. പിന്നെ ഈ മൂവിയിൽ ഒരു മെസ്സേജും ഉണ്ട്. എല്ലാവരും അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർട്ട് കാണുന്നുണ്ട്, പക്ഷേ അതിലുപരി ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ ഈ സൊസൈറ്റി സ്ത്രീകളെ കാണുന്ന വിധം പലപ്പോഴും ഇപ്പോഴാണെങ്കിലും ഒരു ഒബ്ജക്റ്റിഫൈയിങ് ആണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിഫൈയിങ് കാഴ്ചപ്പാടോടുകൂടെയാണ് എല്ലാവരും സമീപിക്കുന്നത്. അത് എങ്ങനെ മാറുന്നു? അശോക എന്ന് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ സ്വഭാവമുള്ള ഒത്തിരി പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ അദ്ദേഹം വേറൊരു സ്ത്രീയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റം, അത് ഈ സമൂഹത്തിനും ആ മാറ്റം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നല്ലൊരു ഹിഡൻ മെസ്സേജ് എന്ന് ഞാൻ പറയത്തില്ല, അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആ മെസ്സേജ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര പേർക്കത് ആ ഒരു ഔട്ട്പുട്ട്, ആ മെസ്സേജ് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ ഈ മൂവി ഒരു
അടിപൊളി മൂവിയാണ്, കാണാം. നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മൂവിയാണ്. ഈ വീക്കെൻഡിലേക്ക് നിങ്ങൾ എന്തെങ്കിലും മൂവി കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആഡ് ദിസ് മൂവി ടു യുവർ ബക്കറ്റ് ലിസ്റ്റ്. ഓക്കെ, സോ ഇനി വേറൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റെപ്പിംഗ് ഔട്ട്. ഗുഡ് ബൈ.